കമ്പിളിപ്പുഴു ആക്രമണത്തിൽ വാഴ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി വാഴ കർഷകർ. കണ്ണൂർ കൈതേരിയിടത്തിലെ 5ഓളം കർഷകരാണ് പുഴുശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. വാഴകളിൽ ഉണ്ടാകുന്ന പുഴുവിന്റെ ആക്രമണം കൈതേരിയിടത്തിലെ കർഷകർക്ക് തിരിച്ചടിയായി. പച്ചപ്പ് വ്യാപകമായി ഭക്ഷിച്ചതോടെ വാഴകൾ കൂട്ടത്തോടെ നശിക്കുകയും ഉൽപാദനത്തിൽ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നെന്നാണ് കർഷകർ പറയുന്നത്. 5 മാസം വരെയുള്ള വാഴകളാണ് പുഴുക്കളുടെ ആക്രമണത്തിൽ നശിച്ചത്. കൂത്തുപറമ്പ് കൈതേരിയിടത്തിൽ മാത്രം 5ഓളം കർഷകരുടെ വാഴകളാണ് കൂട്ടത്തോടെ നശിച്ചത്. എന്നാൽ ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല. ജില്ലയിലെ ഒട്ടുമിക്ക വാഴ കർഷകരും പുഴുശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് പുഴുവിന്റെ ആക്രമണം ഉണ്ടാകുന്നതെന്നും ഇതാദ്യമാണെന്നും കർഷകനായ കുന്നുംബ്രോൻ രാജൻ പറഞ്ഞു. അമിതമായ വെള്ളം കയറിയപ്പോൾ വാഴക്കുണ്ടായിരുന്ന ക്ഷീണം ഒന്ന് മാറി വരുമ്പോഴാണ് കമ്പിളിപ്പുഴുവിൻ്റെ ആക്രമണം ഇതോടൊപ്പം തന്നെ ഉണ്ടാകുന്നത്. നമ്മുടെ പ്രദേശത്തെ മിക്ക വാഴ കർഷകരെയും വലിയ പ്രയാസത്തിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധ്യമായ എല്ലാ ജൈവ നിയന്ത്രണ മാർഗങ്ങളും അവലംബിച്ചിട്ടും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുകയാണ്. അന്നേരമാണ് കർഷകർ മറ്റു മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത്. പുഴുവിനെ നശിപ്പിക്കാൻ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ചെയ്തിട്ടും നിയന്ത്രിക്കാൻ സാധിക്കാതായതോടെ കർഷകർക്ക് രാസകീടനാശിനികൾ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. വാഴകൾ പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയായതിനാൽ വാഴകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകരെന്നും രാജൻ പറഞ്ഞു. ചെറിയ വാഴക്കാവുമ്പോൾ വളരെ വേഗത്തിൽ ഹരിതകം തിന്നുകയും അതിൻ്റെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ കൃഷിവകുപ്പും അതുപോലുള്ള സംവിധാനങ്ങളും ഒരുക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പരമ്പരാഗത രീതിയിൽ വിഷരഹിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പുഴുക്കളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും ശാസ്ത്രീയമായ മാർഗങ്ങളും നിർദ്ദേശങ്ങളും കൃഷിവകുപ്പിൽ നിന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.